ഹരഹരോ ഹരഹര സ്വാമിയേ ഹരഹര സ്വാമിയേ ഹരഹര ഹരഹരോ ഹരഹര. എല്ലാ പ്രാവശ്യം ഈ ഹരഹരോ വിളി കേൾക്കുന്നത് നിങ്ങളെല്ലാവരും ഞാൻ പ്രത്യേകിച്ച് വിളിക്കുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തണയിൽ നിന്നല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള തെക്കൻ പഴനിയിലല്ല, പകരം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഒരു ഏറ്റവും ഭക്തി നിർഭരമായ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഫീൽ ചെയ്യും. ഒരുപാട് പടികൾ കടന്നു വേണം നമ്മൾ ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നടയിലെത്താൻ. എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭംഗി അത് ശരിക്കും ഏതൊരു ഈശ്വര വിശ്വാസിയും അമ്പലത്തിനോട് കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയൊരു അഴക് തന്നെ ആണ് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ വരുമ്പോഴത്തേക്ക് ഭഗവാൻ മാത്രമല്ല കേട്ടോ, അയ്യപ്പസ്വാമിയുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്, ദേവിയുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, അങ്ങനെ എല്ലാവരും, മഹാദേവനുണ്ട്, പാർവതി ദേവിയുണ്ട്, അങ്ങനെ എല്ലാവരുമുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ശരിക്കും നിങ്ങളൊന്ന് നോക്കിക്കേ, ആ മേഘവും ഈ കൊടിമരവും ഈ അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ചേരുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ എവിടെയോ എത്തിയൊരു ഫീലാണ്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് മഴയും കൂടെ ഒക്കെ പെയ്താൽ ഈ അമ്പലം എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. അപ്പോൾ ഞാനിങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റുപാട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആൽമരമുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും വന്ന് തൊഴണം കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് നിരന്തരം ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പോകുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കും കൂടിയാണ്. അതുമാത്രമല്ല, ഒരുപാട് കുഞ്ഞുകുട്ടികളെയും കൊണ്ട് അമ്മമാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ചെന്ന സമയം ഏകദേശം ഒരു 11 മണി ആയതുകൊണ്ട് തന്നെ അല്പം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഈ ഒരു അമ്പലത്തിലേക്ക് വരണമെങ്കിൽ തന്നെ വലിയൊരു കടമ്പ കടക്കണം കേട്ടോ. ഈ കാണുന്ന പടികളെല്ലാം പതുക്കെ പതുക്കെ കയറി വേണം നമുക്ക് ഇതിൻ്റെ മുകളിലെത്താം. ഏകദേശം 269 പടിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാനൊന്ന് എണ്ണി വന്നപ്പോഴത്തേക്ക്. അതുമാത്രമല്ല, ഇവിടെ കാവടിയാട്ടമൊക്കെ ഉണ്ട്. അകത്ത് കയറി തൊഴുത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ ഒരേപോലത്തെ കാവടി. നമ്മൾ ഹരിപ്പാട് അമ്പലത്തിലൊക്കെ നമുക്ക് ഇഷ്ടപ്രകാരമാണ് കാവടി, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരേ മോഡലുള്ള കുറേ കാവടികളും മൈപ്പിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ സ്റ്റെപ്പ് കയറുക, അതെൻ്റെ പൊന്നു തമ്പുരാനെ, നമ്മൾ ഹരഹരോ എന്ന് വിളിച്ചു പോകും. കാരണം ഇത്തിരി കഠിനം തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് വിചാരിച്ചില്ല ഇത്രയും. ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടായിരിക്കാം ഞാൻ സ്വല്പമൊക്കെ എൻ്റെ എല്ലാ ക്ഷീണവും മറന്നു വെച്ച് വേണം കയറി എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് കുഴഞ്ഞു, എങ്കിലും സാരമില്ല. പളനി പോകാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം. ഇവിടെ പളനി പോകുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുള്ളത്. ഞാൻ പോയപ്പോൾ ഒരു മുട്ടയൊക്കെ അടിച്ചൊരു സുന്ദര കുട്ടപ്പൻ സ്വാമിത ഒരു കുഞ്ഞു വാവ കയറി വരുന്നുണ്ട്. അവനിങ്ങനെ ചാടിയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ ജില്ല മുഴുവൻ കാണാം കേട്ടോ. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതാണ് മുണ്ടനപ്പുര. ഇവിടെയാണ് നമ്മൾ ഭഗവാന് മുട്ട വഴിപാട്, തല മുട്ടയടിക്കുന്ന വഴിപാടുമായിട്ട് വരുന്നവർക്ക് മുട്ടയടിക്കാനുള്ള സൗകര്യം. പിന്നെ ഇതാണ് ഗണപതി കോവിൽ. ഗണപതി ഭഗവാനെ കണ്ട് തൊഴുതിട്ട് വേണം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഒരു പടിയൊക്കെ ചവിട്ടി മുകളിലെത്താം. അപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും ചോച്ചേരിക്കുന്നിലേക്ക് പോരുമില്ലേ? നമ്മുടെ കേരള പഴനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടാറ്റാ.